മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് പൊസിഷൻ കവർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് മികച്ച റിക്കവറി കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 2.3% ഉയർന്ന് 23,907 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 23,500 നിന്നും നിഫ്റ്റി ശക്തമായ റിക്കവറി കാഴ്ചവെക്കുകയും 20 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് റെസിസ്റ്റൻസിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. IT സെക്ടറിലെ കമ്പനികളും ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസുമാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ വന്ന റിക്കവറിയും മാർക്കറ്റിന് തുണയാവുകയും ചെയ്തു. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എക്സിറ്റ് പോൾ പ്രതീക്ഷ അനുസരിച്ച് BJP ജയിക്കും എന്നാണ് മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത്. ഇതിന് വിപരീതമായ ഒരു ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ നെഗറ്റീവ് റിയാക്ഷൻ വരാനും സാധ്യതയുണ്ട്. എക്സിറ്റ് പോളുകളുടെ കണക്ക് പ്രകാരം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും BJP വിജയിച്ചേക്കും. ഇതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഓവർസോൾഡ് സോണിലെത്തിയ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു ബൈയിങ്ങും കാണാൻ സാധിച്ചു. ഇവിടെ മാർക്കറ്റ് അട്രാക്റ്റീവ് വാല്യൂഷന് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ പല ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, ഹൈ ഗ്രോത്ത് സ്റ്റോക്കുകളും കറക്ഷന് ശേഷം അട്രാക്റ്റീവ് ലെവലിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ലോങ് ടൈം ഗ്രോത്ത് സ്റ്റോറി ഇൻടാക്റ്റ് ആണ്. അർബനൈസേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, കൺസപ്ഷൻ ഗ്രോത്ത് തുടങ്ങിയ സെക്ടറിലെ കമ്പനികൾ ഫ്യൂച്ചറിലും പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ അട്രാക്റ്റീവ് പ്രൈസിൽ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റേഴ്സ് അക്കുമുലേറ്റ് ചെയ്തു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,050 അല്ലെങ്കിൽ 20 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് തന്നെയാണ് പ്രധാന റെസിസ്റ്റൻസ്. 24,050 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 24,350 എന്ന ലെവലിലേക്കുള്ള ഒരു ഡിസിസീവ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 23,600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 23,600 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതും വരും സമയങ്ങളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളതും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതുമായ രണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഇൻഫോ എഡ്ജ് കഴിഞ്ഞ ദിവസം 5.2% വർദ്ധിച്ച് 7,790 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 8,472, 52 വീക്കിലോ 4,520. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 221. ഇൻഫോ എഡ്ജിന് ഗോൾഡ്മാൻ സാൻസ് സെൽ എന്ന റേറ്റിംഗിൽ നിന്നും ബൈ എന്ന റേറ്റിംഗ് നൽകുകയും 8,600 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 14% അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ 14% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാനുള്ള സാധ്യതയാണ് ഇൻഫോ എഡ്ജിൽ കാണുന്നത്. ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2025-2028 ഫിനാൻഷ്യൽ ഇയറിൽ 16% CAGR-ഓടുകൂടിയുള്ള റോബസ്റ്റ് ഗ്രോത്തും 23-25 ഫിനാൻഷ്യൽ ഇയറിൽ 8% CAGR-ഓടുകൂടിയുള്ള ഗ്രോത്തും നമ്മൾക്ക് ഇൻഫോ എഡ്ജ് എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാം. കൂടാതെ ഇൻഫോ എഡ്ജിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമായ 99 ഏക്കറും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 20%-നടുത്തുള്ള റവന്യൂ ഗ്രോത്താണ് വരും വർഷങ്ങളിൽ 99 ഏക്കർ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും ഗോൾഡ്മാൻ സാൻസ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇൻഫോ എഡ്ജിൻ്റെ 33% തുല്യമായ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സൊമാറ്റോയുടെ പെർഫോമൻസും ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെ അപ്സൈഡിലേക്ക് നീങ്ങുന്നതിന് പര്യാപ്തമാണ്. സൊമാറ്റോയുടെ ബിസിനസ് മോഡലിൽ ചില റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും സൊമാറ്റോയുടെ പെർഫോമൻസും ഇൻഫോ എഡ്ജിനെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ പ്രധാനമായും സഹായിക്കുമെന്ന് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ IT സെക്ടറിൽ നിന്നും കമ്പനി 40-45% റവന്യൂ വരും വർഷങ്ങളിൽ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ഇൻഫോ എഡ്ജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് മികച്ചതാണ്. 625 കോടിയിൽ നിന്നും 700 കോടിയിലേക്ക് കമ്പനിക്ക് അതിൻ്റെ റവന്യൂ ഉയർത്താൻ സാധിച്ചു. കൂടാതെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 781 കോടിയായി ഉയരുകയും ചെയ്തു. 7,500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിനെ അതിൻ്റെ ഹയർ സൈഡിലെ ടാർഗറ്റായ 8,500, 8,250 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് എയിം ചെയ്യാവുന്നതാണ്. 8,000 ഒരു റെസിസ്റ്റൻസ് സോണാണ്. 8,000 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 8,500, 8,600 തുടങ്ങിയ ലെവലുകളിലേക്ക് നൗക്കരി അല്ലെങ്കിൽ ഇൻഫോ എഡ്ജ് ഉയർന്നേക്കും.
കൂടാതെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണും മന്ത്ലി ക്യാൻഡിൽ പാറ്റേണും നോക്കുകയാണെങ്കിൽ ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു. റൗണ്ടിംഗ് ബോട്ടത്തിൽ നിന്നും ബ്രേക്കൗട്ട് വരികയും പിന്നീട് ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയുമാണ് സ്റ്റോക്ക് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. രണ്ടാമത്തേത് ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഫൈൻ ഓർഗാനിക്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8% ഉയർന്ന് 5100 ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.58, ഡിവിഡൻഡ് yield 0.20%, 52 വീക്കിലോ 4021, 52 വീക്ക് ഹൈ 5958. ഫൈൻ ഓർഗാനിക്സ് എന്ന കമ്പനി ഫുഡ് പ്രോസസ്സേഴ്സിനും മറ്റാവശ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഓലിയോ കെമിക്കൽ ബേസ്ഡ് അഡിറ്റീവ്സ് മാനുഫാക്ചർ ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 47%, ROE 32%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ സെയിൽസ് 508 കോടിയിൽ നിന്നും 595 കോടിയിലേക്ക് ഉയരുകയും പ്രോഫിറ്റ് 99 കോടിയിൽ നിന്നും 113 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള കമ്പനിയിൽ FISന് 4.8ഉം DISന് 12%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. കൂടാതെ 2000 കോടി രൂപയ്ക്ക് മുകളിൽ റിസർവ് ഉള്ള കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി കൂടിയാണ്. ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം 6000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 5100 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. വളരെ അട്രാക്റ്റീവ് ലെവലിലാണ്. കൂടാതെ 6000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 7000 എന്ന ലെവൽ വരെ സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. ഇവിടെ 4300 സ്റ്റോപ്പ് ലോസ് ആണ് ഫൈൻ ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ രണ്ട് സ്റ്റോക്കുകളും ലോങ് ടൈമിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. കൂടാതെ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.